അങ്ങനെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് റേഡിലെ ജൈന്റ് പോലീസ് കേറ്ററും കാര്യത്തിന് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പോലീസ് സ്റ്റേഷനും കാര്യത്തിന് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഫ്രാങ്ക്ലിൻ കാര്യത്തിനുണ്ട്, അതേപോലെ തന്നെ പോലീസിന്റെ. അപ്പൊ ഫ്രാങ്ക്ലിൻ കാര്യത്തിന് എന്ത് ചാടി, അപ്പൊ ഇതെന്താ സംഭവിച്ച വീഡിയോ കൂടെ പറഞ്ഞു തരാം. അങ്ങനെ ഞാൻ ഇന്ത്യ നാട്ടിലും കാര്യത്തിന് എത്തിക്കുന്നത്. അപ്പൊ കുറച്ച് നേരം വൈകി ഫ്ലൈറ്റും കാര്യത്തിന് ഡിലേ ആയതുകൊണ്ടാണ് നേരം വൈകി എത്തിയത്. അപ്പൊ എന്തായാലും ഫ്ലൈറ്റ് കൃത്യത കാര്യത്തിന് ലാൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കുഴപ്പമൊന്നുമില്ല, ലാൻഡ് കാര്യത്തിന് ചെയ്തിരുന്നത്. അപ്പൊ ഞാൻ ഒരു ബിസിനസ് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടുന്ന് പോയതിന്. അപ്പൊ എന്തായാലും ബിസിനസ് കാര്യമൊക്കെ സെറ്റ് ആക്കിന്. അപ്പൊ ഞാൻ ഫ്ലൈറ്റിന് ഇറങ്ങി നടന്നു പോകണം, വണ്ടി കാര്യമില്ലാത്ത നടന്ന് നമുക്ക് വിട്ടുപോകാൻ വീട് ഇവിടെ സ്ഥലമായിട്ട് നടന്ന് പോകാന്ന് വെച്ച്. അപ്പൊ ഞാൻ നടന്ന് പോകാൻ ഇപ്പൊ വണ്ടിയാണ് ഇവിടെ കാണി എന്തായി അതിരലിക്കല്ല കഴിച്ച. അപ്പൊ എന്താ ഓരോ ഒച്ചും കാര്യത്തിന് കേൾക്കണ്ടേ പക്ഷെ അവിടെ നിന്ന് എന്താ ഓരോ ഒച്ചും കാര്യത്തിന് കേൾക്കണ്ടേ പക്ഷെ അവിടെ നിന്ന് പോലീസ് ക്യാരക്ടറും കാര്യത്തിന് ബിഗ് പോലീസ് ക്യാരക്ടറും കാര്യത്തിന് അവിടെ ബിൽഡിംഗ് കാര്യത്തിന് നശിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടി എന്താണെന്ന് അറിയില്ല. നമ്മളെ അടുത്തേക്കാണ് വരുന്നത് തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ നിൽക്കുന്ന സേഫ്, നമുക്ക് നേരെ തിരിഞ്ഞു ഓടാൻ നല്ലതാണ്. തിരിച്ച് വീട്ടും കാര്യത്തിന് പോവാം. പക്ഷേ മണ്ടി തിരിച്ച് വീട്ടും കാര്യത്തിന് ഞാൻ മണ്ടി പോയിട്ട് അവിടെ നിൽക്കുന്ന സേഫും അല്ല. എന്താണെന്ന് അറിയാം, നമ്മൾ തിരിച്ചു വന്നപ്പോൾ സിറ്റി കാര്യത്തിന് മാറിയെന്ന് തോന്നുന്നുണ്ട്. യാതൊരു നമുക്ക് നേരെ തിരിച്ചു കാര്യത്തിന് വീട്ടും കാര്യത്തിന് എത്തിക്കുന്നത്. പക്ഷെ വീടും കാര്യത്തിന് അതേപോലെ തന്നെ ബാക്കിയൊക്കെ മാറി തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് നേരെ വീട്ടിൽ കുറച്ച് റെസ്റ്റ് എടുക്കാം. എന്തായാലും ബേജാറും കാര്യത്തിന് കുറച്ച് നേരം റെസ്റ്റ് എന്നിട്ട് എന്തായാലും നമുക്ക് തിരിച്ച് എന്തായാലും നമുക്ക് പണിക്കും നേരത്തിന് പോകണം. അങ്ങനെ എന്തായാലും ഞാൻ പണിക്കും കാര്യത്തിന് പോകണമെങ്കിൽ വെറുതെ ലീവും കാര്യത്തിന് എടുക്കണേ. രാവിലെ തന്നെ പണിക്കും വേണ്ടിയിട്ടാണ് മാം എത്തിയത്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ തിരിച്ച് പണിക്കും കാര്യത്തിന് പോകാൻ. എന്തായാലും പണിക്ക് എത്തുന്ന സ്ഥലത്തും കാര്യത്തിന് കാണാം. അപ്പൊ ഇന്ന് വെറൈറ്റി പണിയും കാര്യത്തിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ അവിടെ ഒന്നും പണിയെടുക്കില്ല. അപ്പൊ ഇന്ന് ഇവിടെ ഇന്ന് ടാങ്കി കാര്യത്തിന് വെള്ളം നടക്കലാണ്. അപ്പൊ എന്തായാലും ഇവിടുത്തെ ടാങ്കി എന്നിട്ട് ഉച്ചന്റെ ശേഷം അവിടെ ഒരു ടാങ്കിന്റെ അതൊന്നും നടക്കണ്ട. അപ്പൊ നമുക്ക് നേരെ ബൈക്ക് കാര്യത്തിന് ഇവിടെ നിർത്തേണ്ടത്. അപ്പൊ ഞാൻ കാണിച്ചത് ഈ മുന്നിൽ കാണാൻ 3 ടാങ്കി 2 ടാങ്കി അല്ലെങ്കിൽ വെള്ളം നടക്കണം. അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോ നമുക്ക് ലഞ്ച് കഴിച്ചപ്പോ അപ്പൊ കോളും കാര്യത്തിന് വരും. അല്ല സാർ എന്താ വിളിച്ചത്? അത്യാവശ്യം പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് പെട്ടെന്ന് വരുന്നെങ്കിൽ അർജന്റ് ഓക്കെ സാർ ഇപ്പൊ തന്നെ വരാം. നമ്മൾ പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് വിളിച്ചത് എന്താണ് അർജന്റായിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് വരാൻ പറഞ്ഞു. എന്താ യാതൊരു കാര്യം ഒന്നും പറഞ്ഞില്ല. അപ്പൊ എന്തായാലും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ പോകാം. നമുക്ക് നേരെ ലഞ്ച് കഴിക്കാൻ വീട്ടിൽ പോയി. അപ്പൊ എന്തായാലും നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് വീട്ടും കാര്യത്തിന് പോകാൻ അറിഞ്ഞു. പക്ഷേ ഇനി പണിക്ക് വരാൻ പറ്റുമെന്ന് യാതൊരു കാര്യമില്ല. എന്തായാലും നമുക്ക് നേരെ പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് പോകണം. പോലീസ് സ്റ്റേഷൻ നമ്മുടെ വീട് അതേപോലെ തന്നെ ഒക്കെ സെയിം എടുത്ത് തന്നെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ വഹിച്ചു പോയിട്ട് നമുക്ക് നേരെ ലഞ്ച് കഴിച്ചിട്ട് നമുക്ക് പണിക്ക് കാര്യത്തിന് വരാം. അപ്പൊ എന്തായാലും പോലീസ് സ്റ്റേഷനും കാര്യത്തിന് എത്തിയത്. പക്ഷെ ഇവിടെ പോലീസ് വണ്ടി ഒന്നും ഒരു സാർ മാത്രമേ ഒരു പോലീസ് വണ്ടി കാര്യത്തിനുണ്ട്. പക്ഷെ നമുക്കിതൊരു പണിയും കാര്യത്തിനാണ് യാതൊരു എന്തായാലും പോലീസ് സ്റ്റേഷൻ ചോദിച്ചു നോക്കാം. നമ്മളെ വിളിച്ചാൽ തന്നെ ഒരു പണിക്കും കാര്യത്തിന് കേൾക്കാം. അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചു നോക്കാം. അല്ല സാറിനെ വിളിപ്പിച്ചു നമ്മളെ പോലീസ് മേളത്തിന് വേണ്ടിട്ട് ഇവിടെ ഒരു വണ്ടി ഡ്രൈവറില്ല. അപ്പൊ എനിക്ക് പോകാൻ പറ്റുമെന്ന് പോവാം. ഞാൻ പോകണം, എനിക്ക് പറ്റുമെന്ന് ഐഡിയ എന്തായാലും ഞാൻ പോയി നോക്കാം. എന്തായാലും അവർ കേസ് കാര്യത്തിനാണ് കള്ളനെ പോലീസിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ഇത് പോവാം. സാറേ ഞാൻ പോവാൻ നോക്കാം. എന്നാലും മേഡത്തിനോട് വരാൻ പറയാം. അപ്പൊ നമ്മളെ ഈ പോലീസ് ഡ്യൂട്ടിയും കാര്യത്തിന് ഏറ്റെടുത്തത് ഡ്രൈവറായിട്ട് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ പോലീസുകാരൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും നമ്മള് തൽക്കാലത്തിന് ഡ്യൂട്ടിയും കാര്യത്തിന് ഏറ്റു. കുറച്ചൊരു 5 മിനിറ്റിന്റെ പരിപാടി ഉള്ളൂന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മാത്രമേ ഏറ്റിട്ടുള്ളൂ. നമ്മളെ ഫുഡ് കഴിക്കാൻ പറഞ്ഞാൽ നമുക്ക് പണിയും കാര്യത്തിനുണ്ട്. അപ്പൊ എന്തായാലും പോലീസ് പറഞ്ഞുകൊണ്ട് മാത്രമേ ഇത് ഏറ്റെടുത്തുന്നുള്ളൂ. 5 മിനിറ്റിന്റെ പണിയുള്ളൂ. അപ്പൊ എന്തായാലും സാറും കാര്യത്തിന് ഇത് കയറിയിരിക്കണം. അപ്പൊ മാഡാണ്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ മാഡം പറഞ്ഞ ലൊക്കേഷൻ കാര്യത്തിന് പോകാൻ കള്ളനെ പിടിച്ചാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഡ്രൈവറും കാര്യത്തിന് കഴിക്കണേ. പക്ഷെ നമുക്ക് ഇങ്ങനെ ഡ്രൈവർ ആവാൻ പറ്റില്ല, പോലീസുകാർക്ക് മാത്രം ആവാൻ പറ്റില്ല. അപ്പൊ നമ്മള് ഹെൽപ്പും കാര്യത്തിൽ ചെയ്ത് കൊടുക്കണേ. അപ്പൊ നമ്മൾ സ്ഥലത്തും കാര്യത്തിൽ അപ്പൊ നമ്മളോട് ഇവിടെ നിർത്താനും പറഞ്ഞപ്പോൾ എന്തായാലും നിർത്തി കൊടുക്കുക. കുറച്ച് മുന്നോട്ടൊക്കെ ഇവിടെ നിർത്തി കൊടുക്കുക. പക്ഷേ നമ്മൾ നിർത്തി കൊടുത്തിരുമ്പോ മാഡം കാര്യത്തിന്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ മാഡം കാര്യത്തിന്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കണേ. അപ്പൊ മാഡം കാര്യത്തിന് ഒരു വണ്ടി പോയി യാതൊരു ഇവിടെ എന്തോ ഒച്ച കാര്യത്തിന് കേൾക്കണ്ടേ. പക്ഷെ അവിടെ എന്താ ഒരു 2 ആൾക്കാർ ഇതാണ് തോന്നുന്നത് കളന് കാര്യത്തിന് ആരെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ കളന് കഴിച്ചാൽ അടിപൊളി ഫൈറ്റിംഗ് കാര്യത്തിനാണ് മാഡന്റെ ഫൈറ്റിംഗ് കാര്യത്തിന്. അപ്പൊ അതിന്റെ അതേപോലെ തന്നെ അടുത്ത ലൊക്കേഷനും കഴിച്ച് ഇവിടെ എന്താ ഷൂട്ടിംഗും നടക്കുന്നുണ്ട് തോന്നുന്നു. മാഡത്തിന്റെ കൈമിൽ ഗണ്ണും കഴിച്ച് മാഡം ഇങ്ങനെ വെടിവെക്കുന്നുണ്ട്. പക്ഷെ ഇത് ചില്ലറ ആളൊന്നല്ല കേട്ടോ. മാഡം കാര്യത്തിന് എന്തായാലും വെടിവെച്ച് കൊല്ലുന്നുണ്ട് എല്ലാവരും. അപ്പൊ ഇതിന് നമ്മൾ നേരെ തിരിച്ച് പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് അങ്ങനെ എത്തിക്കുന്നത്. അപ്പൊ പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് ഇതിന് പ്രമോഷൻ കാര്യത്തിന് കിട്ടീന്. ഈ കള്ളന്മാരെ പിടിച്ചിന്, അതേപോലെ കള്ളന്മാരെ ഷൂട്ട് ചെയ്ത് പ്രമോഷൻ കാര്യത്തിന് കിട്ടീന്. അപ്പൊ എന്തായാലും അതിന് ഉപകാരം. പക്ഷെ നമുക്കൊരു ഉപകാരം കാര്യം അതിന് പ്രൊമോഷൻ കാര്യം കിട്ടി എല്ലാവരും നല്ല കയ്യടിയും കാര്യത്തിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ തിരിച്ച് പോയിട്ട് പോകും. അതിന് മുന്നായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കണം. അപ്പൊ എന്തായാലും വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുക. അപ്പൊ എന്തായാലും നമ്മൾ ബൈക്കും കാര്യത്തിന് അവിടെ വീട്ടിൽ പറഞ്ഞ എന്തായാലും നോക്കുക. ബൈക്കും കാര്യത്തിന് വീട്ടിൽ നിന്നുണ്ട്. അപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് നേരെ ജോലിക്കും കാര്യത്തിന് പോകണം. എന്തെങ്കിലും ബൈക്കും കാര്യത്തിന് പെടുത്താനുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് നേരെ ജോലിക്കും കാര്യത്തിന് പോകാം. പോലീസുകാരന് എന്തെങ്കിലും ആയിക്കോട്ടെ. ഏകദേശം ഭക്ഷണം കാര്യത്തിന് കഴിച്ചില്ല. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ബൈക്കും കാര്യത്തിന് നമുക്ക് നേരെ ജോലിക്കും കാര്യത്തിന് പോവാം. അപ്പൊ ഇനി ഒരു ടാങ്കിങ് കൂടെ ഉണ്ട്. ആ ടാങ്കിൽ വെള്ളം നിറച്ച് നമ്മൾ ഉച്ചകന്റെ ശേഷമുള്ള പണി കഴിഞ്ഞ് അപ്പൊ നാളത്തെ എന്താ പണിയൊന്നും യാതൊരു ഇല്ല. അപ്പൊ നമുക്ക് നേരെ അന്നത്തെ പണി മാത്രമേ അറിയുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ജോലിക്കും കാര്യത്തിന് അങ്ങനെ പോകണേ. അപ്പൊ എന്തായാലും അവിടെ കാര്യത്തിന് എത്തിയില്ല. അപ്പൊ ഇവിടുത്തെ ടാങ്കി ഞാൻ കാണിച്ച ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ബൈക്കും കാര്യത്തിന് അവിടെ നിർത്തിയത്. ബൈക്ക് ഇടുക്കിലെ കൊണ്ടുപോയി നിർത്തിയ ബ്രേക്ക് കുറിച്ച് അവിടെ നിർത്തിയത്. അപ്പൊ എന്തായാലും കാണിച്ചത് ഇതാണ് വലിയ ടാങ്കി. ഇതൊരു ടാങ്കി മാത്രത്തേക്ക് വെള്ളം നിറക്കുക. അപ്പൊ ഇതിന്റെ ഉള്ളിലെ വണ്ടി. അപ്പൊ അവിടെ ഒരു കമ്പി കാര്യത്തിന് ഞാൻ കാണിച്ചത്. ഇതിന്റെ ഉള്ളിൽ ഈ ടാങ്കി ബൈക്ക് അതായത് കമ്പി കാര്യത്തിന് ആ കമ്പി അങ്ങനെ പോയിട്ട് അവിടെ നിറയിലാണ്. അപ്പൊ ഇത് ഇതിന്റെ ഉള്ളിൽ വെള്ളം ഉണ്ട്. അപ്പൊ ഇതൊക്കെ നിറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാണിച്ചില്ല. പക്ഷെ നമ്മളെ പണി കാര്യത്തിന് കഴിഞ്ഞിരിക്കണം. അപ്പൊ എന്തെങ്കിലും കോളും കാര്യത്തിന് വരും. അത്യാവശ്യം പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് എന്താ സാറേ പെട്ടെന്ന് അർജന്റ് നമുക്ക് സാറേ ഇപ്പൊ തന്നെ വരാം. അപ്പൊ നമ്മൾ
നമ്മളോട് പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് വരാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് നേരെ ബൈക്കും കാര്യത്തിന് എടുത്ത് വരാം. അർജന്റും കാര്യത്തിന് ഇനി എന്ത് ഇഷ്യൂ കാര്യത്തിനുണ്ട് യാതൊരു കളിയില്ല. അപ്പൊ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് പോയി നോക്കാം. അപ്പൊ ബൈക്ക് അവിടെ എടുക്കുക കൂടി എടുക്കാൻ കുറച്ച് ടാസ്കും കാര്യത്തിന്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ബൈക്കും കാര്യത്തിന് എടുത്താണ് നേരെ പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് പോയി നോക്കാം. അർജന്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ പണി എടുക്കാൻ സമ്മതിക്കില്ല. പക്ഷെ പണി കാര്യത്തിന് കഴിഞ്ഞു തുടങ്ങി കുറച്ചുകൂടെ പണി ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ പോലീസ് വണ്ടിയും കാര്യത്തിന് വന്നിട്ടുണ്ട്. പോലീസുകാരും കാര്യത്തിനുണ്ട്. പക്ഷെ നമുക്ക് ബൈക്ക് നിർത്താനുള്ള സ്ഥലം കാര്യത്തിലില്ലാത്ത നമുക്ക് ബൈക്കും പടം നിർത്തി ഇറങ്ങിയാണ് സാറിനോട് ചോദിച്ചു എന്താണെന്നൊന്നും യാതൊരു അറിയില്ല. നമുക്ക് സാറിനോട് അല്ല സാറിനെ വിളിപ്പിച്ചാൽ ഒരു മെഷീനും കാര്യത്തിനുണ്ട്. ആ ഫ്രാങ്കിൽ എന്നെ കൊണ്ടെടുക്കാൻ പറ്റുള്ള ഫ്രാങ്കിൽ ജി വിചാരിച്ചെടുക്കും. ഓ സാറെ നോക്കട്ടെ കുറച്ച് പണിയും കാര്യത്തിന് ഞാൻ ലൊക്കേഷൻ അയച്ചു. നമുക്ക് നേരെ ലൊക്കേഷൻ കാര്യത്തിന് അയച്ചു തരാൻ നമുക്ക് നേരെ മൊബൈൽ ഫോണിൽ OTP വന്നുക. പക്ഷേ ഇത് വലിയൊരു മെഷീൻ കാര്യത്തിന് ഇത് എവിടെ നമുക്ക് ആരും പിടുത്തം കാര്യത്തിൽ കിട്ടിയ അപ്പൊ നമ്മളുള്ള വീഡിയോ കാര്യത്തിനാണല്ലോ വരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ എടുക്കാൻ പറ്റുമെന്ന് യാതൊരു അല്ല. അപ്പൊ എന്തായാലും നമുക്ക് എടുക്കാൻ പറ്റുന്നേക്കാം. അപ്പൊ എന്തായാലും നമുക്ക് ആ ലൊക്കേഷൻ കാര്യത്തിന് പോകാം. ബൈക്ക് എടുത്താൽ നമുക്ക് നേരെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുന്നേക്കാം. അപ്പൊ കുറച്ച് പണിയും കാര്യത്തിന് നമുക്ക് ചലഞ്ച് ചെയ്താൽ മാത്രമേ അവർക്ക് എത്തുള്ളൂ. അപ്പൊ അവർക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും യൂസ് എടുക്കാൻ പറ്റുള്ളൂ. എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. എന്തായാലും കാര്യമായിട്ടുള്ള പരിപാടി നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തായാലും നമുക്ക് നേരെ അവർക്ക് എന്തെങ്കിലും പോവാം. അപ്പൊ എന്തായാലും നമുക്ക് അവർക്ക് കാര്യത്തിന് എത്തിക്കണം. അപ്പൊ ഇവിടെ ചലഞ്ച് തുടങ്ങുന്നത്. അപ്പൊ ഇവിടെ കണ്ടെയ്നർ കാര്യത്തിന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ എങ്ങനത്തെ അറിയില്ല. നമുക്ക് ഇവിടെ കണ്ടെയ്നർ കുറച്ചൊന്നും നിർത്തി കൊടുക്കുക. പക്ഷേ കണ്ടെയ്നർ കാര്യത്തിന് നേർക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മുകളിൽ കൂടെ കയറിയാണ് അപ്പുറത്തൊക്കെ അടിക്കുന്നത്. അപ്പൊ കണ്ടെയ്നർ പറയാൻ പറ്റില്ല. പക്ഷെ അപ്പൊ ഇവിടെ ഞാൻ നൂറ്റി നോക്കിയപ്പോ ഇല്ലാന്ന് വിചാരിച്ചു. ഇവിടെ റാമ്പ് കയറി റാമ്പിന്റെ മുകളിൽ കൂടെ എല്ലാം ചടിങ്ങനെ അധികം ചാടിയും അപ്പൊ കണ്ടെയ്നർ മുന്നിണ്ട്. അപ്പൊ അത് വന്നോട്ടെ പെട്ടെന്നാണ് കയറിങ്ങനെ. അപ്പൊ നമ്മൾ വന്നപ്പോ തന്നെ പോയി. അപ്പൊ നമുക്ക് പെട്ടെന്ന് കയറിയപ്പോ ഇങ്ങോട്ട് എത്തി. അപ്പൊ ഇനി റാമ്പ് കയറിയിട്ടുണ്ട്. അപ്പൊ ഇനി കുറച്ച് കണ്ടെയ്നറും കാര്യത്തിന് നീല കണ്ടെയ്നർ വെള്ള കണ്ടെയ്നർ മഞ്ഞ കണ്ടെയ്നർ അങ്ങനത്തെ ചുവപ്പ് കണ്ടെയ്നർ കാര്യത്തിനുണ്ട്. അപ്പൊ എന്തായാലും കുഴപ്പമില്ല നമ്മൾ കണ്ടെയ്നർ കയറിയാണ്. അപ്പൊ വെല്ല ചെറിയ ഗ്യാപ്പും കാര്യത്തിന്. അപ്പൊ അവിടെ കണ്ടെയ്നർ കറങ്ങി കിടക്കാൻ വേണ്ടി വെല്ല സ്ലോ ആയിട്ട് പോണത്. അപ്പൊ കണ്ടെയ്നർ നേരത്തെ പെട്ടെന്ന് കയറിയാണ് അപ്പുറത്ത് കളിക്കുന്നത്. പെട്ടെന്ന് കിടക്കണം ചെറിയൊരു ഗ്യാപ്പും കാര്യത്തിനുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് കിടന്നത്. അപ്പൊ നീല കണ്ടെയ്നർ പോയി. അപ്പൊ വന്നപ്പോ പെട്ടെന്ന് കയറിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും പറഞ്ഞ ചാടിയിരുന്നപ്പോ കുഴപ്പമില്ലാതെ അതൊരു കളി കളിച്ചാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സൂക്ഷിച്ച് കളിച്ചാൽ ഒരു കളിയിൽ ഔട്ട് ആയി പിന്നെ നമുക്ക് എടുക്കാൻ പറ്റും. വള്ളം കാര്യത്തിനാണ് വീണ എന്തായി ഒന്നിനും പറ്റില്ല. ബൈക്കും കാര്യത്തിന് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്തായാലും കണ്ടെയ്നറും കാര്യത്തിനും ചെറിയ ചെറിയ ഗ്യാപ്പും കാര്യത്തിന് പിന്നെ കണ്ടെയ്നർ കറങ്ങണം. അപ്പൊ കുറച്ചേരം വെയിറ്റ് ചെയ്ത് കുറച്ചേ ഉള്ളൂ. അപ്പൊ കുറച്ചേരം വെയിറ്റ് ചെയ്ത് കണ്ടെയ്നറിന്റെ മുകളിൽ കൂടെ അപ്പുറത്ത് ചാടിയത്. അപ്പൊ അത് പെട്ടെന്ന് വരുന്നത് അപ്പുറത്ത് ഒറ്റയായിട്ട് കയറിയിരിക്കണം. അപ്പൊ എന്തായാലും ഈ റാമ്പും കാര്യത്തിന്റെ റാമിനോട് ചെറിയ ഗ്യാപ്പും കാര്യത്തിനെടുത്താണ്. അപ്പൊ ഞാൻ കുറച്ച് സ്പീഡ് കാര്യത്തില് ചെറിയ ഗ്യാപ്പും കാര്യത്തിലുണ്ടായിരുന്നു. ബെല്ല വന്നുകൊണ്ട് എന്തെങ്കിലും മൂഞ്ചി പോയിട്ടുണ്ടാവും. അപ്പൊ കുറച്ച് ഗ്യാപ്പ് എടുത്തിക്കണം. അപ്പൊ എന്തായാലും സ്പീഡിങ് കാര്യത്തിന് വന്നോട് കഴിച്ചില്ലേ. അപ്പൊ മുന്നിൽ രണ്ട് കണ്ണീറും കാര്യത്തിൽ അത് തട്ടാതെ പോകണം. അപ്പൊ ടച്ച് ചെയ്യാൻ കണ്ണീറും കാര്യത്തിലുണ്ട്. അപ്പൊ ഇനി കുറച്ച് കണ്ണീറും കാര്യത്തിന് തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും കണ്ണീറിനൊക്കെ സുഖമായിട്ട് നമുക്ക് പോകാൻ പറ്റുന്നതെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും അതിൽ അടിയില്ല. അപ്പൊ മഞ്ഞ കണ്ണീറും അതേപോലെ നീല കണ്ണീറും കാര്യത്തിലുണ്ട്. ഇനി കണ്ണീറും ഇല്ല തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ പോയി നോക്കിയാലേ മനസ്സിലാവും നീ കണ്ണീർ ഉണ്ടാകുന്നൊന്നും അറിയില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് സ്പീഡിങ് കാര്യത്തിന് പിടിച്ചാൻ പറ്റുന്ന. അപ്പൊ സ്പീഡ് പിടിച്ചപ്പോൾ നമ്മൾ അവിടെ എത്തുന്നത് അഞ്ച് ചോപ്പ് കണ്ണീറുണ്ട്. അപ്പൊ കുറച്ച് കണ്ണീറിന് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഓരോ സാധനങ്ങൾ ഇവിടെ കുറച്ച് വെയിറ്റ് ചെയ്ത് എന്തായാലും വെയിറ്റ് ചെയ്ത് ചാട്ടം ചാടിക്കണം. അപ്പൊ നമ്മൾ രണ്ട് കളിപ്പിച്ച് ചാടി തന്നെ. അപ്പൊ മുന്നിൽ ഒരു കണ്ടെയ്നർ കാര്യത്തിനുണ്ട്. അപ്പൊ അത് കറങ്ങി നിന്നിട്ട് നമുക്ക് നേരെ കയറാം. പക്ഷെ അതൊക്കെ നിന്നിട്ട് അപ്പൊ അതിന്റെ മുകളിൽ കൂടെ കയറി അപ്പുറത്ത് എത്തിക്കണം. അങ്ങനെ ഇതിൽ കൂടെ അങ്ങനെ പോകണം. അപ്പൊ ഇനിയും കണ്ടെയ്നർ തോന്നുന്നുണ്ട് അവർ മുന്നിലായിട്ട്. അപ്പൊ ഇവിടെ കണ്ടെയ്നർ ഒന്നുമില്ല. അപ്പൊ എന്തായാലും ഇവിടെ കുറച്ച് ഗ്യാപ്പും കാര്യത്തിനുണ്ട്. ബൈക്കായിട്ട് വന്നോണ്ട് നന്നായി. കാറൊക്കെ ഇത് കുറച്ച് ബുദ്ധിമുട്ടും കാര്യത്തിനുണ്ട്. അപ്പൊ എന്തായാലും ബൈക്ക് എടുത്തോണ്ട് സുഖമായിട്ട് എനിക്ക് പോകാൻ പറ്റുന്ന സ്പീഡിങ് കാര്യം കുറച്ച് കാറാണെങ്കിൽ ബ്രേക്ക് കുറിച്ച് ഒരു ലോഡ് ലാങ്ങും കാര്യത്തിന് വേണ്ടി. അപ്പൊ എന്തായാലും കണ്ടെയ്നറും കാര്യത്തിന് ഇനി വലിയ തോന്നുന്നുണ്ട്. അപ്പൊ ഒരു നീല സൈസ് നീലൊരു വേറെ കണ്ടെയ്നറും കാര്യത്തിനുണ്ട്. പിന്നെ അതേപോലെ ചോപ്പ് കണ്ടെയ്നറും കാര്യത്തിന് അവിടെ കറങ്ങേണ്ടത് തോന്നുന്നുണ്ട്. അപ്പൊ കുറച്ചേരം വെയിറ്റ് ചെയ്ത് എന്തായാലും കുറച്ച് വെയിറ്റ് ചെയ്താൽ മതി. ഇപ്പൊ എന്തായാലും വെയിറ്റ് ചെയ്യുന്നപ്പോ ശരിയാക്കണേ. അപ്പൊ ആ ചോപ്പ് കണ്ടെയ്നർ അപ്പുറത്തേക്ക് എത്തി. അപ്പൊ എന്തായാലും നമ്മൾ ഫിനിഷ് ലൈനും കാര്യത്തിൽ എത്തിന്ന് തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ നേരെ പോകുന്ന ചെറിയ ഗ്യാപ്പും കാര്യത്തിനുണ്ട് തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് പെട്ടെന്ന് എടുത്ത് നോക്കാം. അങ്ങനെ ജസ്റ്റ് മിഷൻ നമ്മൾ കഴിച്ചിലേക്കണം. അപ്പൊ എന്തായാലും നമ്മൾ ആ മെഷീനും കാര്യത്തിന് അങ്ങനെ കണ്ടുപിടിച്ചത്. അപ്പൊ ഇതാണ് മെഷീനും കാര്യത്തിന് പിന്നെ അടിപൊളി മെഷീനും കാര്യത്തിന് ഫ്രങ്ങളെക്കാട്ടി വലിപ്പമുള്ള മെഷീനും കാര്യത്തിന് എന്തായാലും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് നേരെ എടുത്തുകൊണ്ട് ട്രക്കും കാര്യത്തിന് ട്രക്കിൽ കയറ്റിയാണ് കൊണ്ടുപോകാൻ ശേഷം ട്രക്കിലും കാര്യത്തിനാക്കിയാണ് നമ്മൾ പോലീസ് സ്റ്റേഷൻ കാര്യത്തിനെ കൊണ്ടുപോകണേ. അപ്പൊ നമുക്ക് ഇപ്പോഴും ഐഡിയ ഇല്ല എന്തിനാ ഒലിക്കും വേണ്ടി യാതൊരു. നമുക്ക് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് എന്തായാലും കാണാം. പക്ഷേ പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് എത്തി. അപ്പൊ ഇതെന്താ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. അപ്പൊ എന്തായാലും ഞാൻ കാണിച്ചത് എന്താണ് ഇതും കാര്യത്തിന്. അപ്പൊ ഈ പോലീസുകാരത്തെ എക്സ്പെരിമെന്റിന്റെ ഒരു ലിക്വിഡും കാര്യത്തിന്. അപ്പൊ ലിക്വിഡും കാണിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാ. പക്ഷെ ഇതാണ് ലിക്വിഡ് കാര്യത്തിൽ ഒരു നീല ലിക്വിഡും കാര്യത്തിന് അതിൽ ഒഴിച്ചാണ് ഈ പോലീസ് ലേഡിയും കാര്യത്തിന് അതിൽ നിൽക്കുന്ന പറഞ്ഞ നമ്മളോട്. അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പൊ ലിക്വിഡും കാര്യത്തിന് ഒഴിച്ചപ്പോ ഇതിന്റെ ഉള്ളിൽ പോലീസ് ലേഡിയും കാര്യത്തിന്. പക്ഷെ ഇപ്പൊ എന്താ വർക്കിംഗ് കാര്യത്തിന് സംഭവിക്കുന്നത് യാതൊരു നമ്മളോടൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ സംഭവിക്കാനൊന്നും പറഞ്ഞില്ല. നമ്മളോട് സീക്രട്ട് ആയിട്ട് വെക്കാനാ പറഞ്ഞത്. നമ്മൾ ഏകദേശമൊക്കെ പറഞ്ഞത്. പക്ഷെ അത് ആരോടും പറയരുതെന്നൊക്കെ പറഞ്ഞത്. അത്ര നമുക്ക് മാത്രം ലീക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അത് നമുക്ക് നേരെ ഫുഡും കാര്യത്തിന് കഴിക്കാൻ നല്ല വിശപ്പും കാര്യത്തിന്. അപ്പൊ ഫുഡ് കഴിക്കാൻ നമുക്ക് മാൾക്കും കാര്യത്തിന് എത്തിക്കണേ. അപ്പൊ ഇവിടുന്ന് മാള് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയൊക്കെ നമുക്ക് പണി കുറച്ചും കൂടെ ബാക്കി അങ്ങോട്ട് പോകാം. നമ്മളോട് പോലീസുകാർ വിളിച്ചാന്നൊക്കെ പറഞ്ഞു. വിളിച്ചിങ്ങനെ മാത്രം പോയത്. അപ്പൊ ഫുഡും കാര്യത്തിന് കഴിച്ചാൽ പുറത്തേക്ക് ഇറങ്ങിയിരിക്കണം. അങ്ങനെ പോലീസ് സ്റ്റേഷനും കാര്യത്തിന് കോൾ ചെയ്യാൻ എടുത്തോക്കാം. ഹലോ സാർ എന്താ പെട്ടെന്ന് അർജന്റായിട്ട് വരാം. നമ്മളെ എക്സ്പെരിമെന്റ് ഫെയിൽ ആയിരിക്കും. എക്സ്പെരിമെന്റ് നടത്താൻ പോലീസ് ലേഡിക്കും കാര്യത്തിന് ആസ്മാർ അങ്ങനത്തെ എന്താ അസുഖം കാര്യത്തിന് വന്നതാണ്. കാലും കജ്ജൊക്കെ
വിറച്ചിട്ട് അതിന് കുറെ നക്കണ്ടായിട്ട് നടക്കാനൊന്നും പറ്റില്ല. എന്തൊക്കെയോ വേദന കാര്യത്തിന് കാലും കൈയിട്ടൊക്കെ എന്തൊക്കെയോ ഇളക്കി നിറച്ച് നിൽക്കണേ. അപ്പൊ എക്സ്പെരിമെന്റ് ഫെയിലും കാര്യത്തിന്റെ ഒന്നും നടക്കാനൊന്നും പറ്റില്ല. നടക്കാൻ തന്നെ വടി കുത്തി നടന്നാണ്. അപ്പൊ അതിനെന്താ സംഭവിച്ചത്? എക്സ്പെരിമെന്റ് കാര്യത്തിന് ഫെയിൽ ആയിക്കണ്ട, ഒന്നും സംഭവിക്കാൻ പറ്റില്ല. അപ്പൊ നടക്കാനൊന്നും പറ്റില്ല. എന്തായാലും വീൽ ചെയറിന്റെ അങ്ങനത്തെ സംഭവത്തിലും കാര്യത്തിലും നടക്കണം. അപ്പൊ ഫ്രാങ്ക് ലജിങ് പെട്ടെന്ന് വന്നാൽ മാത്രമേ പറ്റുള്ളൂ. ആ സാറേ ഞാൻ വരാമെന്ന് നോക്കുന്നത് സാറിന്റെ വെക്കുന്ന സാറേ. അപ്പൊ നമ്മളെ പെട്ടെന്ന് പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് വരാൻ പറഞ്ഞ അർജന്റ് കാര്യത്തിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെരിമെന്റ് നടത്തിയ പോലീസ് ലേഡിക്കും കാര്യത്തിന് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞ എക്സ്പെരിമെന്റ് കാര്യത്തിന് ഫെയിൽ ആയിക്കുന്ന പറഞ്ഞ് അപ്പൊ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് അങ്ങനെ എത്തിക്കണം. അപ്പൊ എന്തായാലും പോലീസുകാരോട് സംസാരിച്ചൊക്കെ ഉള്ളിലേക്ക് വണ്ടി കാര്യത്തിന് കയറ്റുക. പക്ഷെ വണ്ടിക്ക് എന്താ കുഴപ്പം കാര്യത്തിന് വണ്ടി വെച്ചാൽ നമുക്ക് നടത്ത് പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് കയറി. അങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ വണ്ടിക്ക് കാര്യത്തിന് കേടാൻ പറ്റി. അപ്പൊ നമ്മള് പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് ഫ്രാങ്ക് ലജി ഉള്ളിൽ കയറി അവനെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പൊ നമ്മൾ ഉള്ളിൽ കയറാൻ പറഞ്ഞു. അപ്പൊ എന്താ യാതൊരു നമുക്ക് ഉള്ളിൽ കയറാൻ ഇവിടെ കാര്യത്തിന് നിന്നോക്കാം. അപ്പൊ എന്തായാലും പറഞ്ഞപ്പോൾ സാർമാരൊന്നും പോലീസ് ലേഡിയും കാര്യത്തിന് പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് മറിച്ചിടാനുള്ള പ്ലാനും കാര്യത്തിന് തോന്നുന്നത്. അപ്പൊ പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് നേരെ മറിച്ചിടാന്നുള്ള തോന്നുന്നാല് നമ്മൾ പുറത്ത് കയറുമ്പോൾ നമ്മളും കാര്യത്തിന് ഊരാനെ പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് നേരെ മുൾക്കും കാര്യത്തിന് പൊന്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ വിചാരിച്ചു നമുക്ക് സ്വിമ്മിംഗ് പൂൾക്കും കാര്യത്തിന് ചാടാന്ന് വെച്ചാൽ നമ്മളെ വീട്ടിന് മുന്നിൽ കൂടെ ഞാൻ സ്വിമ്മിംഗ് പൂൾക്കും കാര്യത്തിന് നേരെ ചാടി. അപ്പൊ എന്താ സംഭവിക്കുക യാതൊരു കാര്യമില്ല.